നമസ്കാരം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതി നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. പുതിയ പദ്ധതിയോടെ കപ്പൽശാലയുടെ ശേഷി പല മടങ്ങായി വർദ്ധിക്കുമെന്ന് നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ കേരളവും സുപ്രധാന പങ്കുവഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. മറൈൻ ഡ്രൈവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി. ബൂത്ത് തലങ്ങളിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്നും മോദി. ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി. KSRTCയെ ലാഭത്തിലെത്തിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സർവീസുകൾ കൂടുതൽ സുതാര്യമാക്കും. വിജയകരമല്ലാത്ത ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങുന്നില്ലെന്നും മന്ത്രി. ചെലവ് ചുരുക്കലുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് 4 കേസുകളിലും ജാമ്യം. CJM കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. രാഹുൽ ജയിൽ മോചിതനായേക്കും. വൻ സ്വീകരണമൊരുക്കാൻ യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയിൽ കോൺഗ്രസിൽ അതൃപ്തി. ആളെണ്ണം കൂട്ടിയിട്ടും പരിഗണന ലഭിച്ചില്ലെന്ന് A ഗ്രൂപ്പ്. MP-മാരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത മാനദണ്ഡം ശരിയല്ലെന്നും വിമർശനം. കുസാറ്റ് ദുരന്തത്തിൽ സർവകലാശാലയുടെ വീഴ്ച വ്യക്തമാക്കി പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കിയില്ല. സ്റ്റേഡിയത്തിൽ തള്ളിക്കയറിയത് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും കൂടുതൽ ആളുകൾ. സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതയും ദുരന്തത്തിന്റെ ആഴം കൂട്ടിയെന്നും പോലീസ് ഹൈക്കോടതിയിൽ.